ജയിലിന് പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലുള്ളവരാണ്. ഷെറിൻ്റെ മാസപ്പടി വാങ്ങുന്നവരാണ്. അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിമാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അവർക്ക് ഐപാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ഷെറിൻ്റെ ഒക്കെ ശരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ലാളിക്കുന്ന പോലെയും സൂപ്രണ്ടൊക്കെ ഷെറിനോട് പെരുമാറിയിരുന്നു. അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെറിന് അവിടെ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഇതുപോലെ പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാർ പേരടക്കം ഞാനൊന്ന് പരാതി കൊടുത്തു. ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം ഉദ്യോഗസ്ഥന്മാർക്കാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത്. ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല. നമസ്കാരം. ഭാസ്കരക്കാരനവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ സഹതടവുകാരിയായിട്ടുള്ള MS സുനിതയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു. ഈ വെളിപ്പെടുത്തൽ കേട്ട ഓരോരുത്തരും സത്യത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. എന്തിനാണ് ഇത്തരത്തിൽ എന്തിനാണ് രാഷ്ട്രീയ സ്വാധീനം ഇവരിലേക്ക്, അതായത് രാഷ്ട്രീയക്കാർ എന്തിനാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ തീറ്റിപ്പോറ്റുന്നത്, സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തൃശൂർ സ്വദേശിനിയായിട്ടുള്ള MS സുനിതയാണ് ഭീഷണിയൊക്കെ അവഗണിച്ച് ഒരു പ്രമുഖ ചാനലിന്റെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. 2013-15 കാലത്ത് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് എത്തുന്നത്. ഷെറിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സെല്ലിലാണ് സുനിത കഴിഞ്ഞത്. ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായിട്ടും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ഇവർ ഈ അഭിമുഖ പരിപാടിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവർ പറഞ്ഞതിൽ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, തടവുകാരികളെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ലൈംഗികമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞതോടെയാണ്. ഇവർ പറയുന്നത് അവരുടെ എല്ലാ തരത്തിലുമുള്ള കെട്ടുപാടുകളും, അതായത് അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒന്നുമില്ലാതെയാണ്, അതായത് ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് എത്തുന്നവർക്ക് അവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു അബ്യൂസിങ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഈ വിവരം ഇതിന് പുറത്തേക്ക് പോയാൽ മാത്രമല്ലേ പുറം ലോകം അറിയുന്നുള്ളൂ. അത്തരത്തിൽ ജയിൽ അധികൃതരും വേണ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ ഇത്തരത്തിൽ തടവുകാരികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി സുനിത പങ്കുവച്ചിട്ടുണ്ട്. സുനിതയുടെ ഈ പങ്കുവയ്ക്കൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പ്രബുദ്ധരെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എങ്ങനെയാണ് കുറ്റവാളികൾക്ക് വേണ്ടിയും രാജ്യദ്രോഹികൾക്ക് വേണ്ടിയിട്ടും അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പാർട്ടിയാണ്, അവർ നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആ രാഷ്ട്രീയ കേരളത്തിൽ നിന്നാണ് തടവുകാരികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത്. ഭീതിതമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ മുന്നണിയുടെ ഭരണത്തിൽ മന്ത്രിമാരായിട്ടുള്ളവരെയൊക്കെ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺ വിഷയത്തിൽ പേര് കേട്ട ഒരു മന്ത്രി ഇപ്പോൾ ചുവടുമാറ്റി ഇടതുമുന്നണിയിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ സീൽക്കാര ശബ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഒരു ലേഡിയോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം നികൃഷ്ടമായ രീതിയിൽ ലൈംഗിക വൈകൃതം ഉളവാക്കുന്ന രീതിയിലുള്ള സീൽക്കാര ശബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ മന്ത്രിയെയും ഇവിടെ സംരക്ഷിക്കുകയാണ്. ഈ അടുത്ത ഒരു നടിയുടെ, ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയുടെ പരാതിയിൽ ഒരു MLA സംരക്ഷിക്കുന്ന കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ചേരുവകളും, അതായത് ഒരു പെൺ വിഷയത്തിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള ചേരുവകളും ചേർന്നതാണ് ഇപ്പോഴുള്ള മുന്നണിയിലെ മന്ത്രിമാരും MLA-മാരും എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോൾ ഇവരെ പടിയടച്ച് പിണ്ടം വെക്കാനായിട്ട്, അതായത് ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് അവിടെ നിന്ന് പടിയടച്ച പിണ്ടം വെക്കാനായിട്ട് ഈ മുന്നണിക്ക് കഴിയണമായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി വച്ചു പൊറിപ്പിക്കുന്നതാണ് ഈ മുന്നണി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാകും. സുനിതയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ തന്നെ മനസ്സിലാക്കുന്നതാണ്. നോക്കൂ, തടവുകാരികളെ വരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സെക്ഷൽ പെവേർട്ടുകളാണ് ഇവിടെ ഉള്ളവരെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുമ്പോഴാണോ സ്ത്രീ സുരക്ഷ എന്നുള്ള ശബ്ദം ഉയർത്തുന്നത് എന്ന് കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സുനിത പറയുന്ന ചില കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഷെറിനിൽ നിന്ന് മാസപ്പടി നിരന്തരം കൈപ്പറ്റിയിട്ടുണ്ട്.
അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഐപാഡും മൊബൈൽ ഫോണും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. ഷെറിൻ എന്താവശ്യപ്പെടുന്നുവോ അത് നിമിഷങ്ങൾക്കുള്ളിൽ ജയിലിൽ എത്തിയിരുന്നു. 3 നേരവും പുറത്തു നിന്നുള്ള സുഭിക്ഷമായ ഭക്ഷണം. ഷെറിന് സഹായിയായ ഒരു തടവുകാരിയെ കൂടി ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് ഷെറിന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുത്തിരുന്നത്. തലയണ അടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. ജയിലിനുള്ളിൽ ധരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ്. ഒരു ബക്കറ്റ് നിറച്ച് വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും തന്നെ ഷെറിനുണ്ടായിരുന്നു. ഇതിൽ മുഖം നോക്കാൻ കണ്ണാടി, ലിപ്സ്റ്റിക്, ഐലൈനർ തുടങ്ങി സർവ്വതും ഉണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ പേരക്കുട്ടി കണക്കാണ്. അങ്ങനെയുള്ള ഒരു ലാളനയാണ് ഷെറിന് അവിടെ, അതായത് ജയിലിനുള്ളിൽ ലഭിച്ചതെന്നാണ് സുനിത പറയുന്നത്. അന്നത്തെ ജയിൽ DIGയുമായിട്ടും ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത വെളിപ്പെടുത്തുന്നുണ്ട്. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണാൻ ഈ ജയിൽ DIG, അതായത് അന്നത്തെ ജയിൽ DIG അടിക്കടി തന്നെ എത്തിയിരുന്നു. ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം 5:30 സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കാറുള്ളൂ. പക്ഷേ ഈ രാത്രികാലത്താണ് ഷെറിന് പുറത്തിറക്കുന്നത്. ഈ ഷെറിൻ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഷെറിൻ 7 മണിയോടെ ഷെറിനെ പുറത്തിറക്കുന്നു. ഈ ഷെറിൻ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചെത്താറുള്ളത്. ഇത് സംബന്ധിച്ചൊക്കെ കംപ്ലൈന്റ് ബോക്സിൽ ഇവർ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു തവണ ജയിലിൽ ജീവനക്കാരൻ വഴി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിന് ജയിൽ DIG വന്ന് സുനിതയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞായിരുന്നു DIG ഭീഷണിപ്പെടുത്തിയത്. ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിനോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വെച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം സർവ്വ വസ്തുക്കളും പിടിച്ചെടുക്കുകയുമൊക്കെ ചെയ്തിരുന്നുവെന്ന് സുനിത കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യം നേടിയാണ് സുനിത പുറത്തിറങ്ങുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിവരാവകാശ നിയമപ്രകാരം ഷെറിന് എത്ര ദിവസം പരോൾ ലഭിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളുമൊക്കെ ഇവർ ശേഖരിച്ചിരുന്നു. ഇതിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴും സുനിത ഒരു തടവുകാരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊലക്കേസ് പ്രതി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും സുനിത വെളിപ്പെടുത്തുന്നതിലും ചില കാര്യങ്ങളുണ്ട്. അതിനെ ഒരു തടവുകാരി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതിലേക്ക് ചികഞ്ഞു മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്, വസ്തുതകൾ തന്നെയാണ് സുനിത വെളിപ്പെടുത്തിയിട്ടുള്ളതും. നന്ദി.